തോമസ് ഐസക്കിൻ്റെ പ്രസ്താവന എന്തായിരുന്നു? കോമാളികളായിട്ടുള്ള സിനിമാ നടന്മാരെ കൊണ്ടുവന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് കെട്ടിയിരുന്ന് വിളിക്കുന്ന അബദ്ധമാണ്. എന്നാൽ ആലോചിച്ച് നോക്കും നമ്മൾ. അതിനിപ്പോൾ അദ്ദേഹം ക്ഷമയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്ത് അബദ്ധ പഞ്ചാംഗമാണ് ഈ ബുദ്ധിജീവി കെട്ടി എഴുന്നള്ളിച്ചതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി കോമാളികളായിട്ടുള്ള സിനിമാ നടന്മാരാണെന്ന് പറയാനാണെങ്കിൽ ആ ഉപയോഗം അന്വർത്ഥമാക്കുന്ന നിലയിലുള്ള കോമാളികളെ ഇടതുപക്ഷത്തു നിന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവന്ന് CPM അല്ലേ സുഹൃത്തുക്കളെ? കോമാളി വേഷം പതിറ്റാണ്ടുകളോളം കെട്ടി അഭിനയിച്ച ആളാണല്ലേ മുകേഷ്. ആലോചിച്ച് നോക്കും. മുകേഷിനെ 2 തവണ നിർത്തി ജയിപ്പിച്ചു. ഒരു തവണ മുകേഷിനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചു. CPM അല്ലേ? അങ്ങനെയൊക്കെ കൊണ്ടുവന്ന CPMലെ മുതിർന്ന നേതാവായിട്ടുള്ള ഇയാൾ വന്ന് നിന്നിട്ട് ഇയാൾ പറയുകയാണ് കോമാളികളായിട്ടുള്ള സിനിമാ നടന്മാരെ. അപ്പോൾ എന്തൊരു അസംബന്ധമാണ്, എന്തൊരു പൊട്ടത്തരമാണ് ഇയാൾ വിളിച്ചു പറയുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. പറഞ്ഞ് അതിന് ഫിറ്റിംഗ് റിപ്ലൈ കൊടുത്തു. ആര്? രമേശ് പിഷാരൻ. അയാൾ പറഞ്ഞു, ഞാനിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല, പേരെടുത്തൊന്നും പറയുന്നില്ല, എനിക്ക് തോമസ് ഐസക്കിനോട് ബഹുമാനമാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിലിറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്നും ഉള്ളതുകൊണ്ട് മാത്രം കാര്യമായില്ല, സംസ്കാരവും കൂടി വേണം. ഇതാണ് അയാളുടെ ഒറ്റ വാക്കിലെ മറുപടി. തീർന്നില്ലേ തോമസ് ഐസക്കിൻ്റെ പണി? കാരണം കുറ്റിക്കിട്ടൊരു 10 അടി കിട്ടിയ പോലെയല്ലേ? അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് യുദ്ധമാണ് പോലും. ഏത്? പശ്ചിമേഷ്യയിലെ യുദ്ധമാണെന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ വിഷയം CPMകാർ ഇവിടെ ഉന്നയിക്കുമ്പോൾ, ആ യുദ്ധത്തിൻ്റെ വിഷയം അവിടെ യുദ്ധം നടക്കുമ്പോൾ ഇവിടെ വിഷയം ഉന്നയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചത് കൊണ്ടാണത്രേ താൻ കോമാളി ആയിട്ടുള്ള നടന്മാരെ കൊണ്ടിരുന്നത് പൊട്ടത്തരാണെന്ന് പറഞ്ഞത്. അത് ഏറ്റവും വലിയ ആനമണ്ടത്തരം പൊട്ടത്തരമല്ലേ? അപ്പോൾ എന്തായാലും അയാൾക്ക് ഒരു ഫിറ്റിംഗ് റിപ്ലൈ, നല്ലൊരു അടി രമേശ് പിഷാരടിയിൽ നിന്ന് ലഭിച്ചു. അയാൾ കുറേ നാളുകൾക്ക് ശേഷം വന്ന് വാ പൊളിച്ചപ്പോൾ മുഖമടച്ചടി അയാൾക്ക് കിട്ടി.